നാത്തൂൻ്റെ പുതിയ വീട് ക്ലീൻ ആക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്രേവിങ്സ് ഉപ്പിലിട്ടത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിലിട്ടതെന്നല്ല, എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. പിന്നെ ഉപ്പിലിട്ടതിൻ്റെ വൻശേഖരമായിട്ടുള്ള പള്ളിച്ചിറങ്ങരയിലേക്ക് തന്നെ വിട്ടു. നമ്മളെ കൊണ്ട് കഴിയുന്ന ക്രേവിങ്സ് ആണെങ്കിൽ അധികം വെച്ച് പൊറപ്പിക്കാത്ത ടീംസ് ആട്ടോ ഞങ്ങൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് എടുക്കുന്ന ആളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പോണ വഴിക്ക് ഞങ്ങളോട് ഒരാൾ ലിഫ്റ്റ് ചോദിച്ചു, ഈ കയറുന്ന ആൾ വീടിൻ്റെ ഗേറ്റ് തൊട്ട് വീട്ടിലേക്ക് ഒന്നാക്കി തരുമെന്ന് ചോദിച്ചു. പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറയുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ ഞങ്ങൾ സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവിടെ നിന്ന് കെറ്റി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അധികം ക്ഷമ കാണിക്കാതെ തന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടും എരിവ് പറ്റാത്ത ആളാണ് ഈ നിൽക്കുന്നത്, ഏറ്റവും എരിവ് പറ്റുന്ന ആളാണ് ഈ നിൽക്കുന്നത്. രണ്ടും കൂടി നല്ല ഓപ്പോസിറ്റ് കോംബോ ആട്ടോ, ഈ കാര്യത്തിൽ മാത്രമല്ല മിക്ക കാര്യത്തിലും. ഇവർ ഇതുപോലെ കഴിച്ചുകൊണ്ടിരുന്ന ആരായാലും ഒന്ന് ടേസ്റ്റ് നോക്കി പോകും. ഞാനും എടുത്തൊരു മാങ്ങക്ക് അധികം എരിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ മാങ്ങ തന്നെ ആദ്യം എടുത്തത്. അത് പറഞ്ഞ പോലെ തന്നെ അധികം എരിവൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഈ കണ്ണൊക്കെ പൊത്തിയിരിക്കുന്നത് എരിവിനോട് അടിയറവ് പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, കുറച്ച് ബ്രേക്ക് എടുത്തതാണ്. എനിവേ ഇവരാരാന്നറിയാത്തവർക്ക് വേണ്ടി ഇവരെൻ്റെ നാത്തൂൻ്റെ 2 മക്കളാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് എൻ്റെ താത്തായുടെ വീട്ടിലേക്ക് കേട്ടോ. അവർ ഇവിടുന്ന് വീട് ഷിഫ്റ്റ് ചെയ്യാണ്. ഞാനും കുഞ്ഞുക്കാക്കായും കൂടി ഒന്ന് വന്നത് ഗിലാപ്പീസും ഉമ്മയും നാത്തൂൻ്റെ വീട്ടിലാട്ടോ. ഞങ്ങൾ വന്നപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് അവരെല്ലാം പുറത്തിറക്കി വെച്ചായിരുന്നു. ഇനി വണ്ടി വരേണ്ട താമസം. വണ്ടി വന്നതിന് ശേഷം ഞങ്ങൾ ഗ്രൂപ്പ് വർക്കായിട്ട് ഓരോന്ന് വണ്ടിയിലേക്ക് കയറ്റിയത് കുഞ്ഞൊക്കെ ഉണ്ടിട്ട് സഹായിയായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഹോം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് സെറ്റിൽ ആവണ വരെ ഓരോന്നൊന്നര പണി തന്നെയാണല്ലോ. ഇതാണ് കേട്ടോ പുതിയ വീട്, അവർ മാറുന്ന വീട്. ഇന്ന് സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഒതുക്കിപ്പറക്കലും ക്ലീനിങ് പരിപാടിയൊക്കെ നാളെയാണ് കേട്ടോ ചെയ്യണത്. ഗിലാപ്പീസ് കറിയുന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോയിട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ പഴയ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ട് പോകണമല്ലോ. പിന്നെ നേഷത്താത്ത നല്ല മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായി. 3 പേർക്ക് അത് കൊടുത്തു. ഞാനും മാഗി കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. പിന്നെ പിറ്റേ ദിവസം വന്ന് ഒതുക്കിപ്പറക്കലൊക്കെ കഴിഞ്ഞ് പാലായിട്ട് ഇവിടെ ആരും കുടിക്കില്ലാത്ത കാരണം ഹോർലിക്സ് ഇട്ട് എല്ലാവരും കുടിച്ചു. ഉമ്മ പൊതുവേ ഡയറി ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല, കട്ടൻ ചായം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടിച്ചു. ഉമ്മായിട്ട് കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു. പൊതുവെ ഇങ്ങനെ നല്ല രസമല്ലോ ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. പിള്ളാപ്പിയോളം ഉറങ്ങി എണീക്കണം മുന്നേ ഞാൻ വേഗം പോയിട്ടോ.